ഏത് മെറ്റീരിയലാണെന്ന് പോലും അറിയത്തില്ല. പ്ലാസ്റ്റിക് സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നവർ ഓർക്കുക, പ്ലാസ്റ്റിക് സാനിറ്ററി പാഡുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും കാരണമാകുമെന്ന് പഠനം തെളിയിക്കുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു ഇതൾ. ഇത് നമ്മുടെ ഇതളിൻ്റെ ഒരു സാനിറ്ററി പാഡാണ്. 320 mm വരെയാണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഞാനൊരു എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാവേ. നമ്മുടെ പ്യുവർ കോട്ടൺ ആണ്. ഇതാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഇത്രയും നീളമുണ്ട്. സാധാരണ ഒരു സ്ത്രീക്ക് ഒരാഴ്ചയിൽ 50 ml to 80 ml വരെയാണ് ബ്ലഡ് പോകാറുള്ളത്. ഇത് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതും ഇത് നമ്മുടെ പ്യുവർ കോട്ടൺ സാനിറ്ററി പാഡുമാണ്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ഈ ഇതളിൻ്റെ സാനിറ്ററി പാഡിലേക്ക് ഞാൻ ഒരു 60 ml വാട്ടർ ഒഴിക്കുകയാണ്. ഇനി ഇത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാനിറ്ററി പാഡാണ്. അതിലേക്ക് ഞാൻ 60 ml വാട്ടർ ഒഴിക്കുകയാണ്. അപ്പോൾ എന്നല്ലായപ്പോൾ തന്നെ സാധനം അബ്സോർവ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അബ്സോർവ് ആകുന്നില്ല. ഇതിൻ്റെ രണ്ടിനും കൂടെ എന്താ നമ്മുടെ ഇതളിൻ്റെ സാനിറ്ററി പാഡിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കൈ കൊള്ളുന്നില്ല. മറ്റേതൊന്നും ഇനി ഇത് കോട്ടൺ ആണോ എന്ന് നമുക്ക് പരിശോധിച്ചറിയാവേ. ഇത് നമ്മുടെ ഇതളിൻ്റെ സാനിറ്ററി പാഡാണ്. ഇതുണ്ട്, പ്യുവർ കോട്ടൺ ആണ്. നയൻ ലെയറിലായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് അനിയോൺ ചിപ്പാണ്. അനിയോൺ ചിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാതെ. ഇത് ഇതിലേക്ക് വന്നു. കോട്ടൺ തന്നെയാണ്. ഇതാണ് നമുക്ക് കൂളിംഗ് തരുന്ന ജെല്ല്. ഇത് 300 ml വാട്ടറിലേക്ക് ഇടുന്നു. അബ്സോർവ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതും അതുപോലെ തന്നെ കോട്ടൺ. നമ്മുടെ ഇതളിൻ്റെ സാധനം പ്യുവർ കോട്ടൺ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഒരു സാനിറ്ററി പാഡാണ്. തൊടുമ്പോൾ തന്നെ വെള്ളമാണ് മൊത്തം.
നോക്കാം. ഇതുണ്ടോ, ഇത് ഏത് മെറ്റീരിയൽ ആണെന്ന് പോലും അറിയത്തില്ല. പ്ലാസ്റ്റിക് സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നവർ ഓർക്കുക, പ്ലാസ്റ്റിക് സാനിറ്ററി പാഡുകൾ വന്ധ്യതയ്ക്കും ക്യാൻസറിനും കാരണമാകുമെന്ന് പഠനം തെളിയിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഇതുണ്ടോ, ഇത് ജെല്ലാണ്. ഇതിൻ്റെ ഒരു ടിഷ്യൂ പേപ്പറിൽ എന്തോ ഒരു ടിഷ്യൂ പേപ്പർ പോലത്തെ പേപ്പറിലാണിത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെന്താ, പ്ലാസ്റ്റിക് ഐറ്റമാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ സാനിറ്ററി പാഡ് വന്ന് പ്യുവർ കോട്ടണും ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തെ ലീക്കില്ലാതെ ജെല്ല് അബ്സോർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സാനിറ്ററി പാഡ് വന്നിട്ട് 3 ലെയറുകൾ, നമുക്ക് 9 ലെയർ ഉണ്ട്. നൈൻ ടെക്നോളജിയിലാണ് ഇത് നമ്മുടെ ഇതിൻ്റെ സാനിറ്ററി പാഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജെല്ല് കണ്ടല്ലോ, ആദ്യം നമ്മൾ 60 ml വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ജെല്ലാണ്. അത് 300 ml ഒഴിച്ചപ്പം 300 ml കൂടെ അത് അബ്സോർവ് ചെയ്തിരിക്കുകയാണ്. ഇതുണ്ടോ കൂളിങ്, നമ്മുടെ ജെല്ല് നമ്മുടെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആട്ടോ ബാംബു. ഇത് ബാംബുവിൻ്റെ ബാംബു നമുക്ക് ഇങ്ങനെ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് XXL ബാംബുവിൻ്റെ XXL ആണ് കേട്ടോ. അത് ഡീഗ്രേഡബിൾ ആണ്, മറ്റേതുപോലെ തന്നെ ഡീഗ്രേഡബിൾ ആണ്. ഇത് മണ്ണിൽ അലുത്ത് പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി വേറെ പാർശ്വഫലങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. കോട്ടൺ ഇത് അതിൻ്റെ തന്നെ XXL വരുന്നതാണ്. ഇത് XXL, ഇത് XXL. ഇത് L 280 mm വലിപ്പമുണ്ട് കേട്ടോ. ഇത്രയും വലിപ്പം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളതാണ് സ്കൂൾ കുട്ടികൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു പ്യുവർ കോട്ടണിൽ വരുന്ന മറ്റൊരു ഐറ്റമാണ് ഡിസ്പോസിബിൾ പാൻറ്റി പാഡ്. ഇത് XXL തൊട്ടുണ്ട് കേട്ടോ. XXL, XXL, XL, L നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കായിട്ട് ആവശ്യമുള്ളവർക്ക് ഈ ഒരു ഐറ്റം മേടിക്കാവുന്നതാണ്. ഇത് ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഇതളിൻ്റെ പ്രൊഡക്റ്റ് ഓൺലൈനിൽ മാത്രം 10 എണ്ണത്തിൻ്റെ XL മാത്രം മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്തുതരും. XXL മാത്രം വേണ്ടവർക്ക് അങ്ങനെയും, ഇനി L മാത്രം മതിയെങ്കിൽ നമ്മൾ അങ്ങനെയും കസ്റ്റമൈസേഷൻ വഴി നമ്മൾ ചെയ്തു തരും. നിങ്ങൾ ഓർഡർ തരുന്നതനുസരിച്ച് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഞങ്ങൾ ഈ സാധനം പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.